നമസ്തേ. ഉണ്ണിക്കണ്ണൻ്റെയും കുറൂരമ്മയുടെയും അതിമനോഹരമായ കഥയുടെ 5ാമത്തെ ഭാഗമാണ് ഇന്ന് പറയുന്നത്. പുറയനൂരില്ലത്തെ ഗൗരി അന്തർജനം അടാട്ട് കുറൂരില്ലത്ത് കുടിവയ്ക്കപ്പെട്ട് വിഖ്യാതയായ കുറൂരമ്മയായി തീർന്നതിന് പിന്നിലുള്ള കഥ. നിഷ്കാമമായ ഭക്തിക്കും നിഷ്കളങ്കമായ സ്നേഹത്തിനും ലോകത്തിനു തന്നെ മാതൃകയായ കുറൂരമ്മയുടെ ജീവിത ചരിത്രം. ഒരിക്കൽ നിൻമുഖം മനസ്സിൽ തെളിഞ്ഞാൽ ഒരിക്കലും മായുകിൽ എൻ്റെ കണ്ണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 5ാമത്തെ ഭാഗം ഇവിടെ തുടങ്ങുകയാണ്. 4ാമത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് കുറൂരമ്മയുടെ അടുത്ത് കുറുമ്പ് കാണിക്കുന്ന ഉണ്ണിയെ ഒരു കരിക്കലത്തിൽ ഇങ്ങനെ അടച്ചിട്ടതിന് ശേഷം കുറേ നേരം കഴിഞ്ഞിട്ട് കുറൂരമ്മ ചെന്ന് നോക്കി. അതായത് കലം ഇങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ അതിൽ ഉണ്ണിയെ കാണാനില്ല. അപ്പോൾ കലത്തിനടിയിൽ നിന്ന് വീണ് കിട്ടിയ മയിൽപ്പീലി തണ്ട് കയ്യിലെടുത്തപ്പോൾ കുറൂരമ്മയുടെ അന്തരാത്മാവിൽ കണ്ണൻ്റെ വേണുഗാനം അലയടിച്ചുയർന്നു. കണ്ണാ, എൻ്റെ പൊന്നുണ്ണി കണ്ണാ, അറിയാതെ ചെയ്തു പോയ പിഴകൾ പൊറുക്കണേ ഭഗവാനേ കൃഷ്ണ എന്നിങ്ങനെ കുറൂരമ്മ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്നും ദീപാരാധനയ്ക്ക് നടയടച്ചാൽ മുന്നിൽ കണ്ണനുണ്ട്. അരിയും പാലും പഞ്ചസാരയും ചേർത്ത് നെയ്യ് ഒഴിച്ച് കുറുക്കി വറ്റിച്ചെടുത്ത പായസമാണെങ്കിൽ കണ്ണന് വളരെ വിശേഷമാണ്. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നടയടയ്ക്കുന്നതിന് മുൻപ് തന്നെ ശ്രീകോവിലിൽ കണ്ണൻ്റെ സാന്നിധ്യം കണ്ടു തുടങ്ങും. ഇന്നിപ്പോൾ ദീപാരാധനയ്ക്ക് നടയടച്ചിട്ടും കണ്ണൻ്റെ സാന്നിധ്യം കാണാതെയായപ്പോൾ വില്ലുമംഗലത്തിന് വ്യസനമായി. പൂക്കളും മഞ്ചാടിയും കുന്നിക്കുരുവും എങ്ങും ചിതറി വീഴുന്നില്ല. പാത്രങ്ങൾ ഇങ്ങനെ ചിലമ്പുന്നില്ല. കുസൃതി ചിരിയും കാൽത്തളക്കിലുക്കവും കേൾക്കുന്നില്ല. വില്ലുമംഗലത്തിൻ്റെ മടിയിൽ വന്നിരുന്നു കവിളിൽ തലോടുകയും ആശ്ലേഷിക്കുകയും ചെയ്യുന്നില്ല. കഴുത്തിൽ വട്ടം കെട്ടിപ്പിടിക്കുന്നില്ല. കണ്ണാ, ഉണ്ണി, ഇതെവിടെയാണ് മറഞ്ഞിരിക്കുന്നതെന്ന് ഭഗവാനെ. കണ്ണൻ്റെ സാന്നിധ്യം കാണാതെ ആകെ വിഷമിച്ച വില്ലുമംഗലത്തിൻ്റെ ദിവ്യദൃഷ്ടിയിൽ ആ രംഗം ഇങ്ങനെ തെളിഞ്ഞു വന്നു. അകലെ നിന്ന് കണ്ണൻ ഓടിക്കിതച്ചു വരുന്നു. മുഖത്തും ശരീരത്തിലും നിറയെ കരിയാണ്. ഇങ്ങനെ തലമുടിക്കെട്ടിലെ പീലിയും കാണുന്നില്ല. വളരെ സങ്കടത്തോടെയാണ് കണ്ണൻ വില്ലുമംഗലത്തിൻ്റെ അരികിൽ ഓടിയെത്തിയത്. ഉണ്ണി, ഇതെന്തായി കാണണേ? ഈ മുഖത്തൊക്കെ ശിവശിവ. അപ്പോൾ കുറച്ച് സങ്കടവും പരിഭവവും കലർത്തിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു, ആയമ്മ വിട്ടില്ലേ അച്ഛാ, കലത്തിനടിയിൽ ഇട്ടെന്നെ മൂടിക്കളഞ്ഞു. ഞാൻ എന്താ ചെയ്യാ? ഒരു കണക്കിന് ആയമ്മയുടെ കണ്ണു വെട്ടിച്ച് ഓടിപ്പോന്നതാ ഞാൻ. എന്തിനാ ഉണ്ണി എന്നെ എങ്ങനെ വിഷമിപ്പിക്കണേ? ഞാൻ കരഞ്ഞു പറഞ്ഞുല്ലോ ആയമ്മയോട്, അച്ഛനിപ്പോൾ എന്നെ കാണാതെ വിഷമിക്കുമെന്ന്. ആയമ്മ എന്നെ തുറന്നു വിട്ടില്ല. ഞാൻ കുട്ടിയല്ലേ. ആ വിചാരം ആയമ്മയ്ക്കില്ലേ അച്ഛാ. എന്താ ചെയ്യാ? ആയമ്മയ്ക്ക് കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട്. അപ്പോൾ ചിരി ഒതുക്കിക്കൊണ്ട് സ്വാമിയാർ അനുനയത്തിൽ ചോദിച്ചു, കുറുമ്പ് എൻ്റെ ഉണ്ണിക്കോ അതോ അമ്മയ്ക്കോ? അക്കാര്യത്തിൽ ഉണ്ണിക്ക് സംശയമില്ലാത്തതുകൊണ്ട് മറുപടി പെട്ടെന്നുണ്ടായി, അത് ആയമ്മയ്ക്കാണെന്നേ അച്ഛാ. അപ്പോൾ കുറൂരമ്മയുടെ അടുത്ത് പോയി കണ്ണൻ കാര്യമായി എന്തെങ്കിലും കുറുമ്പെടുത്ത് കാണും. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ശിക്ഷ കുറൂരമ്മ ഉണ്ണിക്ക് കൊടുക്കുമായിരുന്നില്ലെന്ന് സ്വാമിയാർക്കറിയാം. ആ മുഖത്തെ പരിഭവം ഇത്രയായിട്ടും മാറാതെ കണ്ടപ്പോൾ വില്ലുമംഗലം ഉണ്ണിയെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു. സാരമില്ല കണ്ണാ, കുറുമ്പെടുത്തിട്ടല്ലേ, എന്തിനാ വെറുതെ ആയമ്മയുടെ അടുത്ത് കുറുമ്പെടുക്കാൻ പോണേ? ആയമ്മയുടെ പാൽപ്പായസിന് എന്ത് രുചിയാ അച്ഛാ. ഉണ്ണിയുടെ മുഖത്തെ രുചിയുടെ തിളക്കം സ്വാമിയാർ ഇങ്ങനെ ശ്രദ്ധിച്ചു. ഇതാ അപ്പോൾ നന്നായേ, ഉണ്ണിക്ക് ഞാനുണ്ടാക്കി തരുന്നതോ? അതും എനിക്കിഷ്ടച്ചാ. ഇനി മേലിൽ ആയമ്മയുടെ അടുത്ത് പോയി ശല്യം ചെയ്തിട്ടോ. ആയമ്മ ഒരു പാവല്ലേ കണ്ണാ. അമ്മ എത്ര കഷ്ടപ്പെട്ട പായസം ഉണ്ടാക്കിയേ. ഞാനത് കഴിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമാവില്ലേ അച്ഛാ? വില്ലുമംഗല സ്വാമിയാർക്ക് മനസ്സിലായി കുറൂരമ്മയുടെ അരികിൽ പോയി കണ്ണൻ കാര്യമായ കുസൃതി കാട്ടിക്കാണുമെന്ന്. പൂജാമുറിയിൽ കടന്ന് പാൽപ്പായസം കട്ടുകുടിച്ചിട്ടുണ്ടാകും. അമ്മ കൈയോടെ പിടികൂടി കരിക്കലത്തിൻ്റെ ചുവട്ടിൽ അടച്ചിട്ട് കാണും. സ്വാമിയാർ ഉണ്ണിയെ അരികിൽ ചേർത്ത് നിർത്തി മുഖത്തെ കരിയൊക്കെ തുടച്ചു കളഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പാൽപ്പായസത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുത്തി. കണ്ണൻ്റെ ചെന്താമര കണ്ണുകളിൽ നക്ഷത്ര തിളക്കം. കഴിച്ചോളൂ കണ്ണാ, മതിയാവോളം കഴിച്ചോളൂ. ഇന്നു മുതൽ എൻ്റെ ഉണ്ണിക്ക് പാൽപ്പായസം മുടങ്ങില്ലിട്ടോ. നറുപുഞ്ചിരിയോടെ കണ്ണൻ സ്വാമിയാരുടെ കണ്ണുകളിലേക്ക് നോക്കി മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ വില്ലുമംഗലം സാവധാനം വാതിൽ ചാരി പുറത്തേക്കിറങ്ങി. നെഞ്ചിൽ കൈ ചേർത്ത് മന്ത്രിച്ചു, ഒരു നിമിഷം പോലും എനിക്കെൻ്റെ ഉണ്ണിയെ പിരിഞ്ഞിരിക്കാൻ വയ്യാണ്ടായേക്കണല്ലോ എൻ്റെ ഭഗവാനെ. കുറൂരമ്മ ദിവസവും കണ്ണൻ ഒരു നെല്ലിക്ക നിവേദിക്കുന്ന പതിവുണ്ട്. കണ്ണിമാങ്ങയും നെല്ലിക്കയും കണ്ണന് വളരെ ഇഷ്ടമാണ്. ഒരു ദിവസം പോലും നെല്ലിക്ക മുടക്കാറില്ല. ഒരു കൊല്ലത്തേക്കുള്ള നെല്ലിക്ക കുറൂരമ്മ കൈവശം കരുതാറുണ്ട്. ഒന്നേയുള്ളൂവെങ്കിൽ നാളേക്ക് പകുതിയും മറ്റന്നാളത്തേക്ക് അതിൻ്റെ പകുതിയും കരുതി വയ്ക്കും. കുറൂരില്ലത്തെ തൊടിയിൽ വലിയൊരു നെല്ലിമരമുണ്ട്.
ഒരു വർഷം പോലും മുടങ്ങാതെ കായ്ക്കുന്ന നെല്ലിമരം. ഒരു ദിവസം കുറൂരമ്മ തൊടിയിലേക്ക് ഇറങ്ങിയപ്പോൾ നെല്ലിച്ചുവട്ടിൽ ധാരാളം നെല്ലിക്കകൾ വീണു കിടക്കുന്നു. ഉച്ചവെയിലിൽ ചെറുകാറ്റിൽ ഇളകുമ്പോൾ നെല്ലിക്കകൾ ഓരോന്നായി കൊഴിഞ്ഞു വീണുകൊണ്ടേയിരിക്കുന്നു. കുറൂരമ്മ അതെല്ലാം പെറുക്കി ഇങ്ങനെ മുണ്ടിലിട്ടു. കണ്ണന് നിവേദിക്കാനുള്ളത് ഉടുമുണ്ടിലിടുന്നത് ശരിയല്ലെന്ന് തോന്നിയപ്പോൾ അതെല്ലാം വാരിയെടുത്ത് മാറത്തടക്കി പിടിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ ഇറയത്തിട്ടു. കുറൂരമ്മ അകത്തേക്ക് പോയി ഒരു പാത്രം എടുത്തു വന്നപ്പോഴേക്കും അതിൽ പകുതിയും ആരോ വാരിയെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. ഏതു കള്ളനാ എൻ്റെ നെല്ലിക്ക വാരിയെടുത്ത് കൊണ്ടായത്? കുറൂരമ്മയ്ക്ക് ഉണ്ണിക്കുട്ടനെയായിരുന്നു സംശയം. എന്നാലും ഈ നിമിഷ നേരം കൊണ്ട് നെല്ലിക്കയും വാരിയെടുത്ത് ഉണ്ണിക്കുട്ടൻ എവിടെ മറഞ്ഞു? കുറൂരമ്മ ചുറ്റും പകച്ചു നോക്കി നിൽക്കെ അകത്ത് നിന്ന് മുഖം മാത്രം പുറത്തേക്ക് കാണിച്ചു കൊണ്ട് നിൽക്കുന്ന കുട്ടി കൊഞ്ചലോടെ പറഞ്ഞു, നെല്ലിക്ക കട്ടത് കണ്ണനാ. കണ്ണനെ ഒന്നും പറയരുതിട്ടോ ഭഗവാനെ. കണ്ണൻ്റെ കളമൊഴികൾ കേട്ട് കോരിത്തരിച്ച കുറൂരമ്മ സ്ഥലകാല ബോധം മറന്നു നിന്നു. സന്തോഷം കൊണ്ട് അമ്മയുടെ കണ്ണു ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി. അതിനുശേഷം ഒരിക്കൽ പോലും കുറൂരമ്മ കണ്ണന് നെല്ലിക്ക മുടക്കിയിട്ടില്ല. എന്നും വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് കണ്ണന് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം കുറൂരമ്മ കുളിക്കാനായി ഇങ്ങനെ വസ്ത്രമൊക്കെ അഴിച്ച് മാറത്ത് കെട്ടി വെള്ളത്തിൽ ഇറങ്ങി ഇങ്ങനെ കുളിക്കാൻ തുടങ്ങുമ്പോൾ മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന വലിയൊരു പാമ്പ്. ഒരു നിമിഷം കുറൂരമ്മ മുന്നിൽ പത്തി വിടർത്തി ആടുന്ന സർപ്പത്തെ കണ്ടു ഭയന്നു നിന്നു. കൃഷ്ണ, എന്തിനാണ് ഇങ്ങനെ കളിപ്പിക്കണ ഭഗവാനെ എന്ന് ചോദിച്ച് അതേ നിമിഷത്തിൽ തന്നെ ഉണ്ണിക്കുട്ടൻ എന്താമ്മേ പാമ്പോ എന്ന് ചോദിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ കൽപ്പടവുകൾ ഇറങ്ങി വന്നു. ഉണ്ണി അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ പേടിക്കണ്ടോ, ധൈര്യമായി കുളിച്ചോളൂ, ഞാനിവിടെ കൂട്ടിരിക്കാം. പുഞ്ചിരിച്ചുകൊണ്ട് കൽപ്പടവിലിരുന്ന് അമ്മയുടെ നീരാട്ട് കണ്ടു. കുറൂരമ്മ വേഗത്തിൽ കുളിച്ചു കയറി. അമ്മ ഇങ്ങനെ പടി കയറിപ്പോയപ്പോൾ ഉണ്ണിക്കുട്ടൻ കുളത്തിലിറങ്ങി കുളി ആരംഭിച്ചു. പൂജാമുറിയുടെ മുമ്പിലെത്തിയപ്പോൾ കടവിൽ കണ്ട അതേ സർപ്പം മുന്നിൽ നിന്ന് ചാഞ്ചാടുന്നു. അമ്മയ്ക്കിപ്പോൾ പേടിയൊന്നും തോന്നിയില്ല. ഇതെല്ലാം കണ്ണൻ്റെ കളികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്മ പറഞ്ഞു, കണ്ണാ വേണ്ട കേട്ടോ, പൊയ്ക്കോളൂ. അമ്മയുടെ വാക്കുകൾ കേട്ട് സർപ്പം ഇഴഞ്ഞു നീങ്ങി കൺമുമ്പിൽ നിന്ന് മറഞ്ഞപ്പോൾ അമ്മയ്ക്ക് തിരിച്ചറിവുണ്ടായി. ദേവാരപുരയിലെത്തി വസ്ത്രം അഴിച്ച നിമിഷം മുതൽ കുളി കഴിഞ്ഞ് കയറുന്നത് വരെ പുഞ്ചിരിച്ചുകൊണ്ട് കൽപ്പടവിൽ ഇങ്ങനെ കൂട്ടിരുന്ന കുട്ടി എന്നും മനസ്സിൽ വെച്ച് ആരാധിച്ചുകൊണ്ട് നടക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലാതെ മറ്റാരുമല്ലെന്ന് കുറൂരമ്മ കണ്ണനെ മകനായി ലാളിച്ചുകൊണ്ട് നടക്കുകയാണ്. കുറൂരമ്മയ്ക്ക് കണ്ണനെയും കണ്ണന് കുറൂരമ്മയെയും ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ കണ്ണൻ്റെ കുറുമ്പും കുസൃതി തരങ്ങളും ദിവസം ചെല്ലുന്തോറും ഇങ്ങനെ ഏറി വരികയാണ്. വഴക്ക് പറയുന്നത് ഇഷ്ടാവില്ല. പക്ഷേ ശാസിച്ചു പോയാൽ പിണങ്ങി മുഖം ഇങ്ങനെ കറുപ്പിച്ച് എവിടെയെങ്കിലും പോയി മറിഞ്ഞിരിക്കും. എത്ര വിളിച്ചാലും ആള് കൺമുമ്പിൽ വരില്ല. അമ്മ വിഷമിച്ച് അന്വേഷിച്ച് നടക്കുന്നത് ഒളിഞ്ഞിരുന്ന് കണ്ട് രസിക്കും. അതാണ് കണ്ണൻ്റെ ഇഷ്ടവിനോദം. വലിയ വാശിക്കാരനും പിണക്കക്കാരനുമായ കണ്ണന് അമ്മയെ വളരെ ഇഷ്ടമാണ്. എപ്പോഴും കാണണം. പറയാതെ എവിടെയെങ്കിലും പോകുന്നതും കൂടെ കൊണ്ടുപോകാത്തതും സഹിക്കില്ല. കണ്ണൻ എന്തെങ്കിലും കാര്യത്തിന് പിണങ്ങിപ്പോയാൽ അനുനയിപ്പിച്ചെടുക്കാൻ അമ്മയ്ക്ക് ഏറെ പണിപ്പെടേണ്ടി വരും. അങ്ങനെ അമ്മയും കണ്ണനും തമ്മിൽ ഇണങ്ങിയും പിണങ്ങിയും നാളുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കെ ഒരിക്കൽ അവർ തമ്മിൽ വീണ്ടും വലിയൊരു പിണക്കത്തിലായി. എവിടെയും കണ്ണനെ കാണുന്നില്ല. അമ്മ വീടിന് ചുറ്റും വിളിച്ചു നടന്നു. യാതൊരു പ്രതികരണവുമില്ല. സാധാരണ പിണക്കത്തിൻ്റെ തിരിച്ചുവരവ് സമയം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ കണ്ണൻ താനേ വരട്ടെ എന്ന് കരുതി അമ്മ ഇങ്ങനെ പൂമുഖത്ത് വന്ന് ധ്യാനിച്ചിരിക്കുമ്പോൾ മുറ്റത്തൊരു പൊട്ടിച്ചിരിയും കിങ്ങിണിയുടെ കിലുക്കവും കേട്ടു. മുറ്റത്തിറങ്ങി ഓടി നടന്നു നോക്കിയിട്ടും കണ്ണനെ കാണാതെ കുറൂരമ്മ വിഷമിച്ച് വീണ്ടും വരാന്തയിൽ വന്നിരുന്നു. അപ്പോൾ കണ്ണൻ്റെ വേണുവിൽ നിന്ന് അതിമധുരമായ ഒരു ഗാനം ഒഴുകി വന്ന് അമ്മയെ കോൾമയിർ കൊള്ളിച്ചു. ഉടനെ അമ്മ മുറ്റത്തിറങ്ങി നോക്കുമ്പോൾ തൈമാവിൻ്റെ ചില്ലയിൽ കൈ പിടിക്കാതെ കാൽ പിണച്ചിരുന്ന് ഓടക്കുഴലൂതുന്ന കണ്ണൻ. അപ്പോൾ അമ്പരപ്പോടെ അമ്മ നെഞ്ചിൽ കൈ ചേർത്ത് വിളിച്ചു, കണ്ണാ ഇങ്ങോട്ട് ഇറങ്ങി വാ ഉണ്ണി. അമ്മയെ കണ്ടപ്പോൾ കണ്ണൻ സങ്കടം കുറച്ച് കൂടുതലാക്കി അഭിനയിച്ച് കാണിച്ചു. അമ്മ വഴക്ക് പറഞ്ഞതിലുള്ള പരിഭവമാണ്. താഴേക്കിറങ്ങി വരാതെ കണ്ണൻ വാശി പിടിച്ചിരുന്നപ്പോൾ അമ്മ താഴെ നിന്ന് ഒരു വടി കയ്യിൽ എടുത്ത് പിടിച്ചു. ഇങ്ങോട്ട് ഇറങ്ങി വാ കണ്ണാ. ഇല്ല, എന്തിനാണ് എന്നോട് പിണങ്ങിയത്? കണ്ണൻ കുറുമ്പെടുത്താൽ പിന്നെ അമ്മ പിണങ്ങില്ല. അപ്പോൾ ഉണ്ണി പറയുകയാണ്, വടി കളഞ്ഞാ ഞാൻ ഇറങ്ങാം. ഒന്ന് ഇറങ്ങി വാ കണ്ണ, 2 തന്നിട്ട് വേണം വടി കളയാൻ. കണ്ണൻ കുറച്ച് വാശിയോടെ പറഞ്ഞു. അമ്മ വടി കളഞ്ഞേ ഞാൻ ഇറങ്ങത്തുള്ളൂ. അപ്പോൾ കുറൂരമ്മ വലിയ ഗമയിൽ വടിയും പിടിച്ച് മേലോട്ട് നോക്കി നിൽക്കെ കണ്ണൻ ചിരിയോടെ ചോദിച്ചു, അമ്മേ വടി എന്തിയേ? കണ്ണൻ്റെ ചിരിയും ചോദ്യവും സംശയം ഉണർത്തിച്ചപ്പോൾ കുറൂരമ്മ തൻ്റെ കയ്യിലേക്ക് നോക്കി.
കയ്യിലിരുന്നിങ്ങനെ പുളയുന്നത് വലിയൊരു പാമ്പാണെന്ന ബോധം വന്നതോടെ അമ്മ ഞെട്ടിത്തെറിച്ച് കൈ കുടഞ്ഞ് ഒച്ചയെടുത്തു. കണ്ണൻ അത് കണ്ട് രസിച്ച് ചിരിച്ചു. സാവധാനം താഴെ ഇറങ്ങി വന്ന് കണ്ണൻ വിഷമിച്ചു നിൽക്കുന്ന അമ്മയുടെ കൈ തലോടി സാന്ത്വനിപ്പിച്ചു. അമ്മ കണ്ണനെ വാരിപ്പുണർന്നു. ഈ സംഭവത്തോടെ കുറൂരമ്മ കണ്ണനോടുള്ള അനാവശ്യ പിണക്കങ്ങളും പരിഭവങ്ങളും അവസാനിപ്പിച്ചു. കണ്ണന് കുറൂരമ്മയുടെ പാട്ട് വളരെ ഇഷ്ടമാണ്. കുറൂരമ്മ ശ്രുതി മധുരമായി പാടും. അമ്മയുടെ പാട്ട് കേട്ട് ആസ്വദിക്കാൻ വേണ്ടി കണ്ണൻ പലപ്പോഴും മറഞ്ഞു നിന്നിട്ടുണ്ട്. കണ്ണന് നിവേദ്യം ഒരുക്കിയതിന് ശേഷമാണ് അമ്മ പാടാനിരിക്കുന്നത്. അമ്മയുടെ പാട്ട് കേട്ടാൽ കണ്ണൻ എവിടെയുണ്ടെങ്കിലും ഓടിയെത്തും. ഒരു ദിവസം പതിവ് പോലെ അമ്മ ഇങ്ങനെ പാടി തുടങ്ങിയിട്ടും കണ്ണനെ കാണുന്നില്ല. കണ്ണൻ്റെ കാൽത്തളക്കിലുക്കവും പൊട്ടിച്ചിരിയും കേൾക്കാതായപ്പോൾ അമ്മയുടെ കണ്ണും മനസ്സും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്നിട്ടും അമ്മ പാട്ട് നിർത്തിയില്ല. കണ്ണനെ കാണാതെ പാട്ട് നിർത്തില്ലെന്ന് അമ്മ ദൃഢനിശ്ചയം ചെയ്തു. ഒടുവിൽ കണ്ണൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പരിഭവിച്ചു. അപ്പോൾ കുറൂരമ്മയുടെ ഭക്തിയും ഉണ്ണിക്കണ്ണൻ്റെ സ്നേഹത്തെയും കുറിച്ചുള്ള അതിമനോഹരമായ ഈ കഥയുടെ 5-ാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ്. 6-ാമത്തെ ഭാഗം ഉടനെ എല്ലാവർക്കും കേൾക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.